2026 നിയമ കരിയർ വെറും ഒരു LLB ബിരുദം മാത്രമായിട്ട് ഇനി മതിയാകില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. നിയമരംഗം ഇന്ന് മുമ്പത്തേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരു ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കരിയർ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാമായിരുന്നു. എന്നാൽ 2026 വരുമ്പോൾ അതിനുശേഷമുള്ള കാലത്തേക്ക് നോക്കുമ്പോൾ വെറും ഒരു പാഠപുസ്തക വിജ്ഞാനത്തിൽ നിന്നപ്പുറം നിങ്ങളൊരു പ്രത്യേക സ്കിൽസുകളും സാങ്കേതിക അറിവുകളും നിങ്ങൾ ബിസിനസ് ഡെവലപ്മെൻറ്റിനായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിയമവിദ്യാലയങ്ങൾ നിയമം പഠിപ്പിക്കുന്നു, എന്നാൽ ഒരു മികച്ച കരിയറിന് പ്രായോഗികമായിട്ട് സ്കില്ലുകൾ അത്യാവശ്യമാണ്. അപ്പോൾ വകുപ്പുകളും നിയമങ്ങളും അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബിസിനസ് റിസ്കുകൾ മനസ്സിലാക്കാനും ഒരു സാങ്കേതിക വിദ്യ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാനും കമ്പനികളുടെ ഡിജിറ്റൽ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനും കഴിയുന്ന അഭിഭാഷകർക്കാണ് ഇന്ന് ഡിമാൻഡ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നിയമവും മനസ്സിലാക്കുന്ന അഭിഭാഷകർക്ക് ജോലി നഷ്ടപ്പെടില്ല. എന്നാൽ അവഗണിക്കുന്നവർക്ക് ഭാവിയിൽ അത് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. ഇതിനകത്ത് കരാറുകൾ പരിശോധിക്കാനും അല്ലെങ്കിൽ വലിയ അളവിലുള്ള രേഖകൾ സ്റ്റഡി ചെയ്യാനും നിയമപരമായിട്ടുള്ള ഗവേഷണങ്ങൾ അതിവേഗം നടത്താനും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്ലയൻറ്റുകൾ ഇന്ന് അഭിഭാഷകർ ഉപകരണങ്ങൾ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്നത് അഭിഭാഷകർക്ക് പകരക്കാരനാകാൻ വേണ്ടിയിട്ടുള്ള ഒരാളല്ല. എന്നിരുന്നാലും അഭിഭാഷകർക്ക് അത് ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സത്യം. വിശദമായ വിശകലനം നിയമമേഖലകളിൽ എയുടെ സ്വാധീനം ഞാൻ ഇനി താഴെ പറയുന്നതാണ്. കരാർ പരിശോധിക്കുക, അതായത് ആയിരക്കണക്കിന് കരാറുകൾ മിനിറ്റുകൾക്കുള്ളിൽ പരിശോധിക്കാനും അതിൽ റിസ്കുകൾ കണ്ടെത്തുവാനും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഴയ കേസുകളും വിധിന്യായങ്ങളും വേഗത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാനും അതിനകത്ത് പ്രസക്ത വിവരങ്ങൾ നമുക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, നിയമപരമായിട്ടുള്ള രേഖകളും കംപ്ലയിൻസ് റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നത് വഴി എളുപ്പമാക്കാം. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉപയോഗം എങ്ങനെയെന്നും ഡാറ്റ സുരക്ഷതയെക്കുറിച്ചിട്ടും കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. 2026 നിയമപരമായിട്ട് കാര്യക്ഷമത എന്നത് നിങ്ങളുടെ കരിയറിലെ വലിയൊരു മത്സര നേട്ടമായിരിക്കും. മറ്റ് പ്രധാന സ്കില്ലുകൾ ബിസിനസ് റിസ്കുകൾ മനസ്സിലാക്കുക, കമ്പനികളുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിയമോപദേശം നൽകാനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പ്രായോഗിക കരാർ നിർമ്മാണം വെറും ഒരു തിയറിയല്ല, പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കരാറുകൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ ഡിജിറ്റൽ സുരക്ഷ, കമ്പനികളെ ഡിജിറ്റൽ ഭീഷണികളിൽ നിന്നും ഡാറ്റ ലംഘനങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു അറിവ് നമ്മൾ നേടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ സാങ്കേതിക വിദ്യയെ പേടിക്കുന്നതിന് പകരം അതിനൊരു ഉപകരണമായി കണ്ട് സ്വന്തം കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.